ഇപ്പൊ ഡോഹിയും ആരെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആയിരിക്കും. അങ്ങനെ അവളൊരു മീറ്റിംഗിന് പങ്കെടുക്കാൻ വേണ്ടി ജിയോങ്ങിനെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവനും ചോദിക്കുന്നത്, ഡോഹി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ എമർജൻസി കോളിനകത്ത് എന്റെ നമ്പർ ആഡ് ചെയ്ത്? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, അതോ നീ എന്റെ ബോഡി ഗാർഡ് അല്ലേ, അതുകൊണ്ടാ ഞാൻ നിന്റെ നമ്പർ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ച. അതൊക്കെ ഇരിക്കട്ടെ, നീ എന്തിനാ ഇന്നലെ എന്നെ പ്രൊപ്പോസ് ചെയ്ത? നിനക്ക് എന്നോട് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നല്ല. എന്നിട്ട് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഓ ഇത് തന്നെയാണല്ലോ എല്ലാരും ചോദിക്കുന്നത്, എനിക്ക് പ്രൊപ്പോസ് ചെയ്യണം തോന്നി അതുകൊണ്ട് ചെയ്ത്. എന്നിട്ട് അവനും പറഞ്ഞിട്ട് ഇവ രണ്ടുപേരും കൂടെ ആ മീറ്റിങ്ങിന് പോകും. അങ്ങനെ ആ മീറ്റിംഗ് നടത്തുന്നത് തന്നെ മാഡം ജോയുടെ മകനാണ്. അപ്പനാണ് ഇവ രണ്ടുപേരും അവിടെ മാസമായിട്ട് വരുന്നുണ്ട്. ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവളെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേന്ന്, കാരണം ഇവരാരും അവളെ ഇൻവൈറ്റ് ചെയ്ത് കാണത്തില്ല. അപ്പനാണ് ഡോക്യുവിന്റെ അമ്മയും ചെന്ന് തടയാൻ നോക്കുമ്പോൾ അച്ഛനെ വേണ്ടെന്ന് പറഞ്ഞ് നിർത്തും, കാരണം ഇത് പബ്ലിക് പ്ലേസ് ആണ്, ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ അവർ വില മൊത്തത്തിൽ പോകും. അപ്പനാണ് ഡോഹി നേരെ ആ സ്റ്റേജിൽ കയറിയിട്ട്, എന്തോ പറ്റി ഡോക്യുങ്, നിനക്ക് ഞാൻ ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നില്ല. ഏതിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും, നിന്നെ ആരിപ്പോ ഇവിടേക്ക് വിളിച്ച, സാധാരണ ഇങ്ങനത്തെ മീറ്റിംഗിന് നീ വരത്തില്ലല്ലോ. ഏതിന് അവൻ പറയുമ്പോഴാണ് അവളും, ഓ ചില സമയത്തേക്ക് ഇങ്ങനെയൊക്കെ മീറ്റിംഗ് വരണം, എന്നാലേ നമുക്കെല്ലാം മനസ്സിലാകത്തുള്ളൂ. ഏതിന് അവളും പറഞ്ഞിട്ട് അവരുടെ കൂടെ ചെന്ന് നിൽക്കും. അങ്ങനെ ഡോക്യുങ്ങിന്റെ അച്ഛന് സ്പീച്ച് കൊടുക്കുമ്പോഴാണ് അവൾ ആക്കിയ രീതിയിൽ ക്ലാപ്പ് അടിച്ച് കളിയായിക്കൊണ്ടിരിക്കും. കൊള്ളാം നിങ്ങളുടെ സ്പീച്ചൊക്കെ, പക്ഷെ നിങ്ങൾ പെർമനന്റ് ആയിട്ടുള്ള ചെയർമാൻ അല്ല, ഞാൻ ആ പൊസിഷന് വരുന്നവരെ നിങ്ങൾക്ക് ആ സ്ഥാനം കിട്ടിയേക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അതിന്റെ കാലാവധി അവസാനിക്കാൻ പോവാ, കാരണം നാളെ എന്റെ കല്യാണം. ഏതിന് അവളും പറഞ്ഞോടെ ഇത് കേട്ട് ഇവര് മൊത്തത്തിൽ ഷോക്കാകും. അപ്പോഴാണ് അവളും, കുഴപ്പമില്ല എല്ലാ ഇൻവെസ്റ്ററിനെ വിളിച്ച് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ കാര്യം സിമ്പിളായി, ഇനി ഞാനിങ്ങനെ മീറ്റിംഗ് നടത്തേണ്ട ആവശ്യം വരത്തില്ലല്ലോ, എല്ലാം നിങ്ങൾ തന്നെ ചെയ്തെന്ന്. സോറി ഞാൻ ഇൻവിറ്റേഷൻ ഒന്നും റെഡി ആക്കിയിട്ടില്ല, പക്ഷെ നമ്മളൊക്കെ ഫാമിലി അല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചത് തന്നെ മതി അല്ലേ. ഏതിന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇത് കേട്ട് ഇവർക്കെല്ലാം ദേഷ്യമാകും. എന്നിട്ട് ഡോഹി അവിടെ നിന്ന് മാസമായിട്ട് പോകാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് ആ മീറ്റിംഗ് മറ്റേ കില്ലറും വേറൊരു വേഷത്തിൽ പങ്കെടുത്തേക്കും. പക്ഷെ ഇത് കാണുമ്പം അവൾക്ക് പിടികിട്ടും അവൾ അന്ന് രാത്രി ക്ലോസ് ആയിട്ട് കണ്ടതുണ്ട്. അങ്ങനെ അതോടെ അവളും പേടിച്ച് അവൻ പോകുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കഴുത്തിനകത്തുള്ള ആ ചോരയുടെ പാടും കണ്ടിട്ട് ഇവള് മൊത്തത്തിൽ പേടിച്ചിരിക്കും. അതോടെ പെട്ടെന്നൊരു സൗണ്ട് കേട്ടതോടെ ഇവളാരണ്ട് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ് പേടിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി ജിയോങ് അവളുടെ കൈ പിടിച്ചിട്ട്, ഡോഹി ജസ്റ്റ് ഒരു സെലിബ്രേഷൻ ആയിരുന്നത്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഏതിന് അവൻ അവളെ പിടിച്ചിരുത്തും. എന്നിട്ട് ഇപ്പൊ അടുത്ത സീനി കാണിക്കുന്നത് ഡോഹിയുടെ കല്യാണമാണ്. അങ്ങനെ അവളും കുറച്ച് സമയത്തിന് മുമ്പ് ഫുള്ള് റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് അവളുടെ അടുത്ത് മാഡം ജോ എന്ന് സംസാരിക്കുന്ന പോലെ അവൾക്ക് തോന്നും, ഡോഹി നിന്റെ കല്യാണം ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ് നടത്താൻ പോകുന്നത്. ഏതിന് അവരടുത്ത് നിന്ന് വഴക്ക് പറയുമ്പോഴാണ് ഇത് കണ്ട അവളും, മാഡം ജോ നിങ്ങളിപ്പോ എവിടെ ആയിരിക്കും, സാധാരണ റിച്ച് ആയിട്ടുള്ളവര് സ്വർഗത്തിൽ പോകത്തില്ലെന്നാ പറയുന്നത്, അതേപോലെ നിങ്ങൾ നരകത്തിൽ പോകാൻ ചാൻസ് ഇല്ല, പക്ഷെ നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റയ്ക്കായിട്ട് പോയില്ല. ഏതിന് അവള് വിഷമിക്കുമ്പോഴാണ് അവരും, ഡോഹി ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഏതിന് അവര് പറയുന്നതായിട്ട് ഡോഹിക്കും തോന്നി അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് സെക്രട്ടറി വരുന്നത്. അങ്ങനെ ഇത് കണ്ട് അവളും കണ്ണടയ്ക്കുമ്പോൾ സെക്രട്ടറിക്ക് അത് മനസ്സിലായി കല്യാണത്തിനുള്ള സമയമായി പറഞ്ഞ് അവൾ പുറത്തേക്ക് വിളിക്കും. അങ്ങനെ ഇവളും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവിടേക്ക് മാഡം ജോയുടെ ഫാമിലി മൊത്തം തരും. ഇത് കണ്ട് ഇവള് ഷോക്കായി, ഓ നിങ്ങളൊക്കെ വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവരും, ഓ ഡോഹി ഞങ്ങളൊക്കെ എങ്ങനെ വരായിരിക്കും, നമ്മളൊക്കെ എന്തായാലും ഒരേ ഫാമിലി ആയിട്ട് ജീവിച്ചല്ലേ, പാവം എന്റെ അമ്മയ്ക്ക് മാത്രം നിന്റെ ഈ സന്തോഷ ദിവസം കാണാക്കാതായിപ്പോയി, എന്തോ എന്നാ എല്ലാവർക്കും ഒരു സമയമുണ്ട്, ഓക്കെ കൺഗ്രാചുലേഷൻ. ഏതിന് ഇവര് വിഷ് ചെയ്തിട്ട് അകത്തേക്ക് കയറി പോകും. അപ്പോഴാണ് മാഡം ജോയുടെ മകളും ദേഷ്യത്തി, ചേട്ടാ നിങ്ങൾ എപ്പോഴാ പൊളിക്കാൻ പോകുന്നവളാ. ഏതിന് അവർ ചോദിക്കുമ്പോഴാണ് അയാളും, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇന്ന് അവളുടെ കല്യാണമല്ലേ, നമുക്ക് സമയമുണ്ട്. ഏതിന് അവരെന്തോ വലിയ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതറിയാതെ ക്യാമറമാനും കേട്ട് നൈസിന് ഒന്നും കേൾക്കാത്ത പോലെ അവിടെ നിന്ന് പോവും. അതിനുശേഷം ഡോഹിയും കല്യാണം കഴിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുമ്പോഴാണ് പയ്യനാരാ കാണിക്കുന്നത്, അത് നമ്മുടെ ജിയോങ്. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, അവളും ഇവൻ എന്തിനാ അന്ന് രാത്രി പ്രൊപ്പോസ് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും, ഓ എല്ലാവരും എന്നോട് ഇതാണല്ലോ ചോദിക്കുന്നത്, എനിക്കങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞു, കാരണം എന്റെ ആഗ്രഹം നീ ജീവനോട് ഇരിക്കണമെന്ന്. എന്നിട്ട് അവനും പറഞ്ഞ ഒറ്റ ആൻസർ ഇവൾ ഇവനെ ചൂസ് ചെയ്യും. പക്ഷെ ഇത് സത്യത്തിൽ ഒരു കോൺട്രാക്ട് മാരേജ് ആണ്, അത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരെ ഇവരുടെ കോൺട്രാക്ട് നിലച്ചിരിക്കും. അങ്ങനെ ആ കോൺട്രാക്ട് അനുസരിച്ച് പബ്ലിക് പ്ലേസിൽ എല്ലാം ഇവര് റിയൽ കപ്പിൾസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതേപോലെ ഇവര് പേഴ്സണൽ ആയിട്ടുള്ളപ്പം കല്യാണം ഒന്നും കാര്യമായിട്ട് എടുക്കത്തില്ല. അങ്ങനെ രണ്ടുപേരും പ്രശ്നം അവസാനം സോൾവ് ആകുമ്പോൾ ഈ കോൺട്രാക്ട് അതോടെ അവസാനിക്കും. അങ്ങനെ ഒരു അഗ്രിമെന്റ് ഇട്ടിട്ടാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്. അപ്പോഴാണ് ഡോഹിയുടെ കമ്പനി ജോലി ചെയ്യുന്നവനും എല്ലാവർക്കും സ്പീച്ച് കൊടുത്തോണ്ടിരിക്കുന്നത്, ഓക്കെ ചെറുക്കനും പെണ്ണും എത്തിയിട്ടുണ്ട്, ഇവ രണ്ടുപേരും അവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഏതിന് അവനും പറഞ്ഞോടെ ജിയോങ്ങും പെട്ടെന്ന് കൈവക്കിയിട്ട്, ഒരു സെക്കൻഡ് ഡോഹി ഇവനെന്ത് അവസാനം വരെ എന്ന് പറയുന്നത്, നമ്മുടെ കോൺട്രാക്ട് അനുസരിച്ച് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നവരല്ലേ. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, എടാ സാധാരണ എല്ലാവരും ഇങ്ങനെ വിഷ് ചെയ്യുന്നത്, നീ ജസ്റ്റ് അത് കേട്ടാൽ മാത്രം മതി. ഏതിന് അവൾ പറയുമ്പോഴാണ് അവനും, നോ 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 ഞാൻ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ടീമാണ്, ഞങ്ങളുടെ കോൺട്രാക്ട് എപ്പോഴും ഫെയർ ആയിരിക്കും, അതുകൊണ്ട് കോൺട്രാക്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ജീവിതം ഫുള്ളും സന്തോഷമായിട്ട് ജീവിക്കുന്നൊന്നും എനിക്ക് സമ്മതിക്കൊക്കത്തില്ല. ഏതിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്കും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, ശരി ഞാൻ അത് ശരിയാക്കി തരാം. ഏതിനെ മറ്റെന്നെ വിളിച്ച് സംസാരിക്കും, എടാ നീ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് ഇല്ലേ
അവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന്. അതുമാത്രം കട്ട് ചെയ്തിട്ട് നീ എന്തോന്ന് വെച്ചാ പറഞ്ഞു. ഏതിന് അവൾ അവനെ പറഞ്ഞു വിടുമ്പോഴാണ് ഇത് കേട്ട് അവന് സന്തോഷം വരുന്നത്. അതിനുശേഷം ഇവർ തമ്മിലുള്ള കല്യാണം കഴിയുമ്പോഴാണ് പാർക്കും സന്തോഷത്തിൽ അവിടുന്ന് ക്ലാപ്പ് അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടുന്ന് സെക്രട്ടറിയും ഇവൻ ക്ലാപ്പ് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവളെ കുറച്ച് ശബ്ദത്തിൽ ക്ലാപ്പ് അടിക്കാൻ തുടങ്ങും. അങ്ങനെ അതോടെ അവന് അസൂയ വന്ന് രണ്ടുപേരും പരസ്പരം വട്ടളകിയ കേസിനെ പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇതൊക്കെ കണ്ട് സിയോക്കിന് നല്ല വിഷമം വരും. അവന് ചൂസ് ചെയ്യത്തുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സ്റ്റേജിൽ നിന്ന് അവിടെ നടന്നു പോകുമ്പോഴാണ് അവള് നോക്കുമ്പം സിയോക്ക് ഇവളെ നോക്കി ഡെവിലിനെ പോലെ ചിരിച്ചോണ്ടിരിക്കും. ഇത് കണ്ടതോടെ അവളും കുറച്ച് ഷോക്കായി നോക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവരുടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് പാർക്ക് ഇതെല്ലാം കണ്ടിട്ട് ഓ എന്റെ ബോസ് സത്യത്തിൽ പൊളിയാ എന്നിനാവൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ സെക്രട്ടറിയും അതിനർത്ഥം എന്തുവാ എന്റെ മാഡം ഒന്നിനും കൊള്ളത്തില്ലെന്നാണ്. ഏതിന് ഇവള് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അവനും സോറി ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഞാനിന്ന് നിനക്ക് എക്സ്പ്ലനേഷൻ തരത്തില്ല. ഏതിന് അവനും പറയുമ്പം സെക്രട്ടറി അവൻ അടിക്കുന്നവരെ പേടിപ്പിക്കും. അങ്ങനെ അതോടെ ഇവർ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ആകും. അതിനുശേഷം ആ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഇവരുടെ കിസ് ചെയ്യാൻ പറയുമ്പോഴാണ് ഡോഹിയും അത് പ്രൈവറ്റ് ആന്ന് പറയും. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന റിപ്പോർട്ടേഴ്സ് ഒക്കെ അപ്പൊ ഇത് ഫേക്ക് മാരേജ് ആണോ നിങ്ങൾക്ക് ചെയർമാൻ ആകാനുള്ള എന്നിന് എല്ലാരും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവളെങ്കിൽ പിന്നെ കിസ് ചെയ്യുന്നത് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പറയും എടാ നമ്മൾ പബ്ലിക്ക് റിയൽ കപ്പിളായിട്ട് ആക്ട് ചെയ്യുന്ന ആ കോൺട്രാക്ട് ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് ഇപ്പൊ നമുക്ക് കിസ് ചെയ്യാം എന്നിന് അവളും പറയുമ്പോഴാണ് അവനെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ആരും അറിയാതെ കൈവച്ചിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യും. അതിനുശേഷം ഇതൊക്കെ സിയാക്കും കൊണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവൾ അവന്റെ അടുത്ത് വെച്ച് സംസാരിക്കാൻ നോക്കും. അപ്പോഴാണ് അവനും ഡോഹി ഞാൻ നിനക്ക് വെറുതായിട്ട് ഫീൽ ചെയ്തില്ല എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും അങ്ങനെയൊന്നല്ല ഞാൻ നിന്നെ ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ആകെ വിശ്വസിക്കുന്ന ഒരു ഫാമിലി നീയാ എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും ഓക്കെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴത്തെ പോലും നിന്നെ സഹായിക്കാൻ റെഡി ആയിട്ടിരിക്കുക. എന്തായാലും ജിയോങ് എല്ലാവരായിട്ട് റൂഡായിട്ട് സംസാരിക്കുകയാണെങ്കിലും നിന്നോട് നല്ല രീതിക്ക് സംസാരിക്കുന്നിട്ട് എനിക്ക് വന്ന് എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും അവനെ കുറിച്ച് എനിക്കൊരു പിടിയില്ല എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ് വന്ന് അവളുടെ കൈ പിടിച്ചിട്ട് ബേബി നമുക്ക് പോയാലോ. ഏതിന് അവനും പറഞ്ഞോടെ അവള് ഷോക്കായി ബേബിയോ ഒരിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഹണി എന്ന് വിളിക്കാം. ഏതിന് അവന് സിയോക്കിന്റെ ഫ്രണ്ടിൽ കുറച്ച് ഷോ കാണിക്കുമ്പോഴാണ് അവൻ ഇതൊക്കെ കണ്ട് കട്ടകരിപ്പാകും. അപ്പോഴാണ് അവളത് മനസ്സിലായി കൈ എടുത്തിട്ട് എങ്കിൽ പിന്നെ സിയോക്ക് ഞങ്ങൾ പോവാ. ഏതിന് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ജിയോങ്ങും അവൻ അവളെ തന്നെ നോക്കുന്നിട്ട് എക്സ്ക്യൂസ് മീ അവളൊരു കല്യാണം കഴിച്ച പെണ്ണ, ഇങ്ങനെ ഇമോഷനോട് അവളെ നോക്കാതെ അത് അത്രയ്ക്ക് നല്ലതല്ല എന്നിന് അവനും പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് പാർക്ക് ഇവരെ കണ്ടിട്ട് ഷോ നമ്മൾ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നിന് അവര് പോകുന്ന നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ജിയോങ് കാറിനകത്ത് കയറിയിട്ട് സിയോക്കിനെ നോക്കി കാണാൻ പാടില്ല മോനെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതേസമയം ഇവരുടെ കല്യാണം കാര്യം അറിഞ്ഞ് യങ്സി മൊത്തത്തിൽ ദേശത്തി അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി അറിയുമ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് പാർക്ക് അവിടെ കൊടിയിട്ടിട്ട് ഷടാ ഇവള് പ്രാക്ടീസ് ചെയ്യാന്നല്ല ഞാൻ വിചാരിച്ചത്, ഇവളെപ്പോഴും ഈ കാര്യം അറിഞ്ഞ എന്നിന് അവൻ അവളെ സമാനപ്പെടുത്താൻ വേണ്ടി അകത്തേക്ക് കയറി വരും. അപ്പോഴാണ് അവള് ഇവനെ കണ്ട് ദേഷ്യത്തി പാർക്ക് നീ മിണ്ടണ്ട, അവനെക്കാളും എനിക്ക് നിന്നോട് ഇപ്പൊ ദേഷ്യം, നീ എന്നോട് പോലും സത്യം പറഞ്ഞില്ല അല്ലേ എന്നിന് അവൾ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇവനും പുറകെ ചെന്നിട്ട് യങ്സി നീ വിചാരിക്കുന്നില്ല കാര്യം ജിയോ അങ്ങനെ അവന്റെ പവേഴ്സ് തിരിച്ചിട്ടാൻ വേണ്ടിയാ അവളെ കല്യാണം കഴിച്ചേക്കുന്നത്. ഏതിന് അവനും പറയുമ്പം അവളൊന്നും പറയാതെ ദേഷ്യത്തി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ഓക്കെ എനിക്കറിയാം നീ തിരിച്ചു വരുമെന്ന്, നീ ഞങ്ങളുടെ സ്റ്റാറാ, നീ പോയ കമ്പനി മൊത്തത്തിൽ പൊളിഞ്ഞു. ഏതിന് അവനും പറയുന്ന അതേ സമയം ഇപ്പൊ ആ കില്ലറിനെ കാണിക്കുവാണ്. അവനും ജിയോൻ കാരണം ഡോഹിയെ മാത്രം കൊല്ലാൻ പറ്റിയ ദേഷ്യത്തി അവൻ അവിടുത്തെ സാധനങ്ങളൊക്കെ ദേഷ്യത്തി അടിച്ചിട്ട് ഇവ രണ്ടുപേരും കല്യാണ ഫോട്ടോ എടുത്ത് അവിടെ കൊട്ടി വയ്ക്കും. നിന്നെയാടാ ആദ്യം എനിക്ക് കൊല്ലണ്ട എന്നിനെ ജിയോങ്ങിന്റെ ഫോട്ടോയ്ക്കകത്ത് അവൻ കത്തി കുത്തി വയ്ക്കും. അങ്ങനെ അതോടെ ഈ കില്ലറിന്റെ നെക്സ്റ്റ് പ്ലാൻ ജിയോങ്ങിനെ തീർക്കുന്നയാ, എന്നാലേ അവന് ഡോഹിയെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഡോഹിയും വീട്ടിലേക്ക് ചെന്നിട്ട് അവളുടെ വീട്ടിലെ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവന്റെ ഫിംഗർ പ്രിന്റും കൂടെ ആഡ് ചെയ്യും. അപ്പോഴാണ് അവൻ അകത്തേക്ക് കയറി എന്നിട്ട് ഡോഹി നീ എന്നെ വെറുതെ തെറ്റിയിരിക്കല്ലേ, ആ കില്ലർ വീണ്ടും ഇവിടേക്ക് വരുന്ന് പേടിച്ച ഞാൻ ഇവിടേക്ക് ഫോഴ്സ് ചെയ്ത് വന്ന്. ഏതിന് അവനും പറയുമ്പോ തന്നെ ആ വീടിന്റെ കോലം കണ്ട് ഇവനും പേടിച്ചിട്ട് ഡോഹി അതിനുമ്പോ ആ കില്ലർ അകത്തേക്ക് കയറിയോ, നിന്റെ പാസ്വേഡ് ഒക്കെ ഒന്നിനും കൊള്ളാത്ത പാസ്വേഡാണ്. ഏതിന് അവനും പേടിക്കുമ്പോഴാണ് അവൾ അവിടെ നിന്ന് പോയിട്ട് ഷടാ ഇത് ഞാൻ ബിസി ആയതുകൊണ്ട് ഒന്നും ക്ലീൻ ചെയ്യാത്ത, നിനക്ക് എവിടാന്ന് വെച്ചാ ഇരുന്നോ എല്ലാം കംഫർട്ടബിളാ എന്നിന് അവൾ പറഞ്ഞിട്ട് അടക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും എന്തുവാ ഈ സ്ഥലം കംഫർട്ടബിളോ, നീ ആദ്യം നിന്റെ കൈയിങ്ങി തന്നെ എന്നിന് അവന്റെ പവർ യൂസ് ചെയ്ത് ആ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ ഇംപ്രസ് ആയി ഓ നീ ആള് പൊളിയാണല്ലേ, എങ്കിൽ പിന്നെ നിനക്ക് ഈ പവറും കൊണ്ട് പാചകം ചെയ്യാൻ പറ്റുമോ, എനിക്ക് വിശക്കുന്നു. ഏതിന് അവൾ അറിയുമ്പോഴാണ് അവനും ഹലോ ഞാൻ നിന്റെ ഹസ്ബൻഡാ ജോലിക്കാരനല്ല. ഏതിന് അവനും കൈയെടുത്തോടെ അവളെങ്കിൽ പിന്നെ ഒരു സഹായം മാത്രം ചെയ്യാന്ന് പറഞ്ഞ് അവനും വിളിച്ചോണ്ട് പുറത്തേക്കും. അതായത് ഇവനോടുള്ള ദേഷ്യത്തി ഇവൻ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ ഇവളിട്ട ഡ്രസ്സ് വേസ്റ്റിനകത്ത് എറിഞ്ഞാണ്. അങ്ങനെ അതെടുക്കാൻ വേണ്ടി അവന്റെ പവർ യൂസ് ചെയ്യുമ്പോഴാണ് അവസാനം അവനും അവിടുത്തെ അഴുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ അവൾക്ക് ആ ഡ്രസ്സ് കിട്ടിയതോടെ അവളത് എടുത്തോണ്ട് അകത്തേക്ക് കയറി പോകും. അപ്പൊ ഞാൻ ഇത് കണ്ട് അവനും ഡോഹി ഈ തുണിയൊക്കെ ഞാൻ എവിടെ ഇടാനാ എന്നിട്ട് അവൻ ചോദിക്കും. അവളും കൈ കൊണ്ട് എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് അവളെ നടന്നു. അതിനുശേഷം ഇപ്പൊ സിയോക്കും ജിയോങ്ങിനോട് സംശയം തോന്നിയിട്ട് അവൻ ജിയോങ്ങിന്റെ കമ്പനിയെ കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് 1977 തൊട്ട് അവന്റെ കമ്പനിയുള്ള കാര്യം അറിയുന്നത്. ഇതോടെ അവനും അവനറിയുന്ന ഒരാൾ ഫോൺ വിളിച്ചിട്ട് ജിയോങ്ങിന്റെ കമ്പനിയെ കുറിച്ച് തിരക്കാൻ പറയും. അതേസമയം ഡോഹിയും അവള് കല്യാണത്തിന് വെച്ച് ഡൊക്കയും ചിരിച്ചുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. ഇനി ഇവൻ വല്ലതുമാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്, എനിക്കൊരു പിടിയില്ല എന്നിന് അവള് മൊത്തത്തിൽ പേടിച്ചിരിക്കും. അതിനുശേഷം ജിയോങ് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് അവൾ
ഇവനെ കണ്ടിട്ട് ആ നീ എന്തോ ഫ്രഷ് ആയിട്ട് വരുവാണോ ഏതിന് ഇവള് ചോദിക്കും. അപ്പോഴാണ് അവനും ആണ് എന്ത് നിന്നെ കണ്ടാ അറിയത്തില്ല ഏതിന് ഇവനും പറയുമ്പോഴാണ് അവൾ എന്തോ പറയുന്നറിയാതെ ഓക്കെ നിന്റെ ഡ്രസ്സ് കൊള്ളാം ഇതേപോലെ നീട്ട് ഞാൻ കണ്ടിട്ടില്ല അതാ കുളിച്ചിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത് പിന്നെ കോട്ട് സ്യൂട്ട് ഇട്ടൊന്നും നടക്കാൻ പറ്റുമോ ഇനിയിപ്പോ നീ എങ്ങനെ ബെഡിൽ ചെന്ന് കിടക്കാൻ പോകണോ ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവള് നെർവസ് ആയി അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പോവാ അല്ലാതെ ഒന്നുമില്ല സമയമായി നീ പോയി കടന്നോ ഞാൻ ഉറങ്ങാൻ പോവാ ഏതിന് അവരുടെ കല്യാണം കഴിഞ്ഞോടെ ഒരു ചെറിയ നെർവസ്നെസ് ആണ്. അതിനുശേഷം രണ്ടു റൂമിൽ ചെന്ന് കടന്നാലും ഇവ രണ്ടുപേർക്കും ഉറക്കം വരത്തില്ല. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഇപ്പൊ ജിയോങ്ങിന് മുമ്പ് വന്ന പോലെ ഒരു സ്വപ്നം വരും. അങ്ങനെ അവന് എവിടെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്ന ഒരാൾ വന്നിട്ട് യങ് മാസ്റ്റർ നിങ്ങൾക്ക് ടൂ ഷെയ്ഡുള്ള വ്യക്തി ഇപ്പൊ വരും നിങ്ങൾ എവിടേക്ക് പോവാ ഏതിന് അവനും തടഞ്ഞിർത്താൻ നോക്കുമ്പോഴാണ് ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു പെണ്ണ് വാളും കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ജിയോങ്ങും പെട്ടെന്ന് കണ്ണുറന്നിട്ട് ഷോ വീണ്ടും ഞാൻ മനുഷ്യനായിരുന്നപ്പോഴുള്ള സ്വപ്നമൊക്കെ വരുവാണല്ലോ ഏതിന് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോഴാണ് അവൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും ഡോഹി നീ എന്തുവാ ചെയ്യുന്നത് ഫ്രഷ് ആകാതെ പോലെ ഇങ്ങനെ ഫുഡ് എടുത്ത് കഴിക്കുകയാണോ ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും എന്തോ പറ്റി എന്നെ കാണാൻ ക്യൂട്ടായിട്ട് തോന്നാ നിനക്ക് ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ക്യൂട്ടല്ല എന്തോ വലിയ ഫൈറ്റിന് പോയിട്ട് വെട്ടി വീഴുന്ന പോലെ എനിക്ക് വന്ന് ഏതിന് അവനും പറഞ്ഞിട്ട് അടുത്തിരിക്കുമ്പോഴാണ് അവൾ അവനോട് ജിയോങ് എന്നെ കൊല്ലാൻ നോക്കുന്ന ആരാന്ന് എനിക്കൊരു സംശയമുണ്ട് ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും സംശയം നിനക്കാരാടെ സംശയം തോന്നിയ ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളും ഡൊക്യോങ്ങിനെ പറയുന്നത് അന്ന് അവൻ കല്യാണത്തിന് വെച്ച് എന്നെ നോക്കി ഒരു ഡെവിൽ ലുക്കി ചിരിച്ചായിരുന്നു കൂടാതെ അവന് പണ്ട് തൊട്ട് മാഡം ജോയ് എന്നെയും ഒട്ടും ഇഷ്ടമല്ല ഇനി അവൻ വല്ല ആയിരിക്കോ ഇതിന്റെ എല്ലാം പുറേ ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഓക്കെ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവനെ ചെക്ക് ചെയ്ത് നോക്കാം ഏതിന് അവനും പറയുമ്പോഴാണ് അതേസമയം ഇപ്പം ഡൊക്യോങ്ങിനെ കാണിക്കുന്നത് അവനും കരാട്ട പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവനും വേറൊരുത്തിനും കൂടെ അടികൂടുമ്പം ഡൊക്യോങ് മറ്റവനെ കൊല്ലുന്ന രീതിയിൽ പോകും. ഇത് കണ്ട് ബാക്കിയെല്ലാവരും തടഞ്ഞിട്ട് എടാ ഡൊക്യോങ് നീ എന്തോടെ ചെയ്യുന്നത് അവൻ തോറ്റം സമ്മതിച്ചില്ല ഏതിന് ഇവരൊക്കെ തടഞ്ഞു നിർത്തും. അപ്പനാണ് അവൻ എഴുന്നേറ്റ് വന്നിട്ട് ഹോ ഇവൻ ചത്തൊന്നും പോകത്തില്ല എടാ നിനക്ക് ജീവൻ ഉണ്ടല്ലോ ഏതിന് അവൻ ആക്കിയ രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇപ്പൊ ഡോഹിയും അവനാരായിരിക്കാൻ വേണ്ടി അവളുടെ ഫേസ് ഒക്കെ മറിച്ചിട്ട് വരുമ്പോഴാണ് ഇത് കണ്ട അവനും ഡോഹി നീ ഒന്നും അത്രയ്ക്ക് ഫേമസ് അല്ല കണ്ടാൽ തന്നെ എല്ലാവരും അറിയാൻ ഇനിയിപ്പൊ ഇങ്ങനെ പോയാലും എല്ലാവർക്കും ഡൗട്ട് വരുന്നത് ഏതിന് അവനും പറഞ്ഞോടെ അവൾ അതെല്ലായിടത്ത് മാറ്റിയിട്ടിട്ട് ഇവന്റെ കൂടെ ഡൊക്യോങ്ങിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പോകും. അപ്പനാണ് ഇവർ ചെന്നു വിടുന്നത് ടോയ്ലറ്റിലേക്കാണ്. ഇത് കണ്ട് അവളും ദേഷ്യത്തി എടാ നിനക്ക് പോകാൻ വേറെ സ്ഥലമൊന്നും കിട്ടില്ല ഏതിന് അവളും ചോദിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടേക്ക് ഡൊക്യോങ് വരും. ഇത് കണ്ട് ഇവര് സൈലന്റ് ആയിട്ട് അവൻ എന്തോ ചെയ്യുന്ന ഒളിഞ്ഞു നിൽക്കുമ്പോഴാണ് അവന്റെ കൂടെ ട്രെയിൻ ചെയ്യുന്ന വേറൊരുത്തിനും വന്നിട്ട് എടാ ഡൊക്യോങ് ഇനി കുറച്ച് സമയം നീ അവനിട്ട് അടിച്ചായിരുന്നെങ്കിൽ അവൻ ചത്തുപോയനെ നീ എന്താ അവനെ കൊല്ലാനാണ് ആഗ്രഹിച്ച ഏതിനെ മറ്റവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് ഇവരും തിരിച്ചിട്ട് അവൻ ചത്താൽ എന്തോ പ്രശ്നം ഏതിന് അവനും പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.